ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കാടക്കോഴി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ചെയ്യണ വീഡിയോ ആണ്. ഞാൻ ആദ്യം കാട നന്നായിട്ട് മഞ്ഞപ്പൊടിയൊക്കെ തിരുമ്പി കഴുകി മാറ്റി വെച്ചു കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു മസാലയും ഉണ്ടാക്കി. അതിന് വേണ്ടിയിട്ട് മുളക് പൊടിയും ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, ചെറുനാരങ്ങയുടെ നീര്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അതൊന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുത്തു. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ആ കാടായ്മ തേച്ച് കൊടുക്കാമല്ലോ. പിന്നെ 5 കാടക്കോഴി ഉണ്ടായിരുന്നു കേട്ടോ. 5 കാടക്കോഴികളും പ്രസവിക്കാറായതായിരുന്നു. നിറയെ മുട്ടയുണ്ടായിരുന്നു എൻ്റെ വയറിൻ്റെ ഉള്ളിൽ. വലുതൊക്കെ ഞാൻ കുറച്ച് മാറ്റി വെച്ചു. പക്ഷേ ഇത് മാത്രമല്ല, അത് കാണുന്നില്ലേ, അത് മാത്രമല്ല പിന്നെയും കുറേ കുഞ്ഞു കുഞ്ഞു മുട്ടകളുണ്ടായിരുന്നു. നമുക്ക് പിന്നെ ഇവിടെ സാധാരണ വേണ്ട, നമ്മളത് കഴിക്കാൻ പോലെ. എനിക്ക് കാട ഭയങ്കര ഇഷ്ടമാണ് വറുത്തതൊക്കെ. വീട്ടിൽ ഇന്നവർ അങ്ങനെ വാങ്ങിച്ചിട്ടൊന്നുമില്ല, ഫസ്റ്റ് ടൈമാണ് വാങ്ങിച്ചത്. കഴിക്കാൻ തോന്നുമ്പോൾ നമ്മൾ തട്ടുകടയിൽ പോയി കഴിക്കും, അത്ര തന്നെ. അത് ഇടയ്ക്കൊക്കെ പോയി കഴിക്കാറുണ്ട്. അപ്പം നന്നായിട്ട് ഞാൻ ആ കാടായ്മയ്ക്ക് ആ മസാലയൊക്കെ തേച്ച് കൊടുത്തു വിട്ടു. എന്നിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു കുറച്ച് നേരം നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു പൊടിയും ഉണ്ടാക്കുന്നുണ്ട്. അതൊരു മസാല എന്താ പറയുക, ഒരു നമ്മൾ ചമ്മന്തി പോലെ ഉണ്ടാക്കില്ല, അതുപോലത്തെ ഒരു പൊടി ഞാൻ ഉണ്ടാക്കി. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പെരിഞ്ചീരകം ഒഴിച്ച് കൊടുത്തു വെളിച്ചെണ്ണയ്ക്ക്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് സബോളയും കുത്തുമുളകും വേപ്പിൻ്റെ ഇലയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ച് ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് സോസ് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അതുകൂടി നമ്മൾ ചിക്കൻ വറുത്തതോ അതുപോലെ തന്നെ ഈ ഇതുപോലെ കാടക്കോഴിയോ അല്ലെങ്കിൽ ബീഫ് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തൊക്കെ കഴിച്ചിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാടക്കോഴികൾ നന്നായിട്ട് ഇങ്ങനെ മൊരിയിച്ച് വറുത്തെടുത്തു. ഫ്രൈ ചെയ്ത കാട ഞാൻ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അത്യാവശ്യം എണ്ണ ഉണ്ടാവില്ല, അപ്പോൾ ടിഷ്യൂ ആകുമ്പോൾ അത് വലിച്ചെടുത്തോളും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് സബോളയും തക്കാളിയൊക്കെ നരിഞ്ഞ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ചെറുനാരങ്ങയുടെ നീരും പിഴിഞ്ഞ് കൊടുത്തു. ഞാനും ചേട്ടനും ചോറിനാൻ പോയി. അതിന് ശേഷം അപ്പോൾ ചോറിന് കറി എന്ന് പറയാനായിട്ട് മുതിരുണ്ടായിരുന്നു, കൊള്ളിപ്പേരുണ്ടായിരുന്നു, ചിക്കൻ്റെ പാർട്സ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ കാട ഫ്രൈ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയൊക്കെ വേഗം നേരത്തെ ചോറിന് കഴിഞ്ഞിട്ടാണ്. ഞങ്ങൾ ഏറ്റവും അവസാനം 10 മണിക്ക് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടൊക്കെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.